ദൈവപ്രവൃത്തിനകത്ത് ആരംഭിക്കാൻ പോകുക. റൈകാഷിയായി തുടക്കത്തിൽ തന്നെ ഹീലിങ്ങുകളിനകത്ത് നടക്കുന്നു. ഈ മൈഗ്രെയിനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ഭയങ്കരമായി ഹെഡേക്ക്, ഭയങ്കര തലവേദനയാണ്. മൈഗ്രെയിനുമായി ബന്ധപ്പെട്ടുള്ള ഹീലിംഗ് ഇതിനകത്ത് സംഭവിക്കുന്നു. യേശു അതുമായി ബന്ധപ്പെട്ട ആളുകളെ ഇന്ന് രാത്രി തൊടുകയാണ്. യേശുവിൻ്റെ നാമത്തെ ഒരിക്കൽ കൂടി ഉയർത്തി തുടങ്ങിയാട്ടെ. ആ നാമത്തെ ഒരിക്കൽ കൂടി ഉയർത്തി തുടങ്ങിയാട്ടെ. അപ്പോൾ അങ്ങനെ സാന്നിധ്യം ഈ ഹോളിനകത്ത് അധികമായി ചലിക്കുന്നതിനായി നന്ദി. യേശുവയുടെ സാന്നിധ്യം ഈ ടെന്റിനകത്തേക്ക് വ്യാപരിക്കുന്നതിനായി നന്ദി. ഇന്ന് കർത്താവ് ഈ പട്ടണത്തിന്റെ മധ്യത്തിൽ അങ്ങ് വിടുതലുകൾ അങ്ങ് അയക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവ മഹത്വത്തിലേക്ക് അങ്ങ് നയിക്കുന്നതിനായി നന്ദിയപ്പ. എന്നെ കർത്താവ് കാണിക്കുന്ന ഒരു ജോർജിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട്. വ്യക്തി ആരാ? ആ കുടുംബം ഏതാ? ജോർജിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് കർത്താവ് ചില ഡെലിവറൻസുകൾ അയക്കുക. അതാരാ കുടുംബവുമായി ബന്ധപ്പെട്ടുള്ളവർ? ആമേൻ. കർത്താവ് എന്നെ കാണിക്കുന്നു ഈ കുടുങ്ങിക്കിടക്കുന്ന ശാപത്തിനകത്ത് നിന്ന് അവനെ പുറത്തെടുക്കുന്നത് ആത്മാവിൽ ഞാൻ കാണുന്നു. അവന്റെ തകർച്ചയ്ക്കകത്തുനിന്ന്, അവന്റെ ജീവിതത്തെ മരണത്തിന്റെ ബന്ധനത്തിനകത്തുനിന്ന് നീ ഇവിടെ ആരാധിക്കുമ്പോൾ തന്നെ ആ ദൈവ സാന്നിധ്യം ആ ഭവനത്തിനകത്ത് വ്യാപരിക്കുക. യേശുവിന്റെ നാമത്തിൽ അത് പ്രാപിക്കേണ്ടവർ പ്രാപിച്ചോ. ഒരു അനുഗ്രഹ ഉത്സവത്തിലേക്ക് ഇന്ന് രാത്രി ജനങ്ങളെ അങ്ങ് പ്രവേശിപ്പിക്കുന്നതിനായി സ്തോത്രം. ചില കുടുംബത്തിനകത്ത് ദൈവമഹത്വം ഇന്ന് രാത്രി ഇറങ്ങിയ മദ്യപാനത്തിന്റെ ചില കെട്ടുകൾ പൊട്ടുകയ. ഈ ദേശത്തിന്റെ തലമുറകളുടെ മേൽ, യൂത്തിന്റെ മേൽ, യൗവനക്കാരുടെ മേൽ എന്നും മഹത്വത്തിന്റെ കരം ചലിക്കുന്നത് ഞാൻ കാണുന്നു. ഒരു ജോഷിയുടെ മേൽ യേശുവിന്റെ നാമത്തിൽ അതുമായി ബന്ധപ്പെട്ടവർ ഇതിനകത്തുണ്ടെങ്കിൽ പ്രാപിച്ചോ. ഒരു അരുൺ എന്ന പേര് ദൈവാത്മാവിനെ കാണിക്കുന്നു. അനിൽ എന്ന പേര് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ചിലരുടെ മേൽ ദൈവത്തിന്റെ അത്യന്തമായ ശക്തി ഇന്ന് രാത്രി ചലിച്ചു തുടങ്ങിയ. എത്ര പേർ യഥാർത്ഥമായി എനിക്ക് അനുഗ്രഹ ഉത്സവത്തിലേക്ക് പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ അവർ സന്തോഷത്തോടെ ഒന്ന് കരമുയർത്തി യേശുവാന്ന് വിളിച്ചു തുടങ്ങിക്കേ. ആ മുഖത്ത് സന്തോഷം കാണുന്നില്ല. ചിരിച്ച മുഖത്തോടെ, സന്തോഷത്തോടെ പറയുന്നു, നിങ്ങൾ അനുഗ്രഹത്തെ അവകാശമാക്കുമെന്ന്. എത്ര പേർ വിശ്വസിക്കുന്നു? അനുഗ്രഹത്തെ അവകാശമാക്കുമെന്ന്. ഹല്ലേലൂയ. അനുഗ്രഹം പ്രാപിക്കാൻ അത്രേ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നതെന്ന് വചനം പറയുന്നു യു ഷാൽ ഇൻഹെറിറ്റ് ദ ബ്ലെസ്സിംഗ്. നിങ്ങൾ അനുഗ്രഹത്തെ അവകാശമായി മാറ്റും. ഹല്ലേലൂയ. ആ ഇൻഹെറിറ്റ് എന്ന പദത്തിന് ഗ്രീക്ക് പദം പറഞ്ഞിരിക്കുന്നത് ക്ലേറോനോമിയ എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ അർത്ഥം ഇതാണ്: വളരെ അധികം പ്രാപിച്ചിരിക്കുന്ന വ്യക്തി, അധികമായി പ്രാപിച്ചിരിക്കുന്ന വ്യക്തി. ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുക, അല്പമല്ല സ്വർഗത്തിൽ നിന്ന് പിതാവിന്റെ അനുഗ്രഹത്തെ അധികമായി ഇന്ന് നീ ചിലർ ഇതിനകത്ത് പ്രാപിച്ചുകൊണ്ട് മടങ്ങിപ്പോകാൻ പോകുക. ഇതിനകത്ത്, ഈ പട്ടണത്തിനകത്ത് ആത്മമണ്ഡലങ്ങൾ തുറക്കാൻ പോകുക. ഞാൻ കാണുന്നു ഈ പട്ടണത്തിനകത്ത് ചില ഉണർവുകൾ തുടങ്ങും. ഇതിനകത്ത് യൗവനക്കാർ അതിശക്തമായി ദൈവവചനത്താൽ എഴുന്നേൽക്കുന്നത് ഞാൻ കാണുന്നു. നിങ്ങളുടെ തലമുറകളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു പുതപ്പ് ഇന്ന് രാത്രി വീഴുകയാ. എന്റെ മകന്റെ മേൽ, മകളുടെ മേൽ, തലമുറകളുടെ മേൽ, എന്റെ കുടുംബത്തിന്റെ മേൽ അഭിഷേകത്തിന്റെ പുതപ്പ് വീഴണമെന്ന് കൊതിക്കുന്നവർ ഇന്ന് രാത്രി ഒന്ന് പ്രതികരിച്ചു തുടങ്ങിയാട്ടെ. ആത്മാവിൽ ഒന്ന് ആരാധിച്ചു തുടങ്ങിയാട്ടെ.
പരിശുദ്ധാത്മാവ് തുറന്നു. ഓ, ചിലരെ അസാധാരണമായി തുറന്നു. ഒരു അഭിഷേകത്തിന്റെ പുതപ്പ് ഏലിയാവിൽ നിന്ന് എലീശയിലേക്ക് പകരപ്പെട്ടതുപോലെ ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുക. നിങ്ങളുടെ മേലേക്ക് പകരപ്പെടുക. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള ഒരു അധികാരം സ്വർഗം ഇന്ന് നിങ്ങളുടെ മേൽ കൈമാറുകയാണ്. എന്റെ മേൽ അത് വീഴണമെന്ന് കൊതിക്കുന്നവർ, എന്റെ മേൽ അത് പകരപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ, എന്റെ മേൽ അത് ചലിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ആത്മാവിൽ പ്രതികരിച്ചു തുടങ്ങിയാട്ടെ. നിന്റെ അകത്ത് ഉണർവിന്റെ ആത്മാവ് കത്തുകയാ. നിന്റെ അകത്തൊരു ഉണർവ് ചലിക്കുക. നിന്റെ അകത്തൊരു ഉണർവിന്റെ തീ കത്തുകയാ. അല്പമായിട്ട് പോകാനല്ല ഇവിടെ വന്നത്. ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു, ക്ലെയറോനോമിയ, ആമേൻ, പിതാവിൽ നിന്ന് അധികത്തെ പ്രാപിച്ചുകൊണ്ട് നിങ്ങൾക്ക് പകരപ്പെട്ടിരിക്കുന്ന മുഴുവൻ ബ്ലെസ്സിങ്ങിനെയും പ്രാപിച്ചുകൊണ്ട് മടങ്ങിപ്പോകുവാൻ. ഓ, ഒരാത്മാവിന്റെ തീ പട്ടണത്തിന് മീതെ കത്തുന്നത് ഞാൻ കാണുന്നു. ഒരാത്മാവിന്റെ തീ പട്ടണത്തിന് മീതെ ചലിക്കുന്നത് ഞാൻ കാണുന്നു. നിങ്ങളെ മേൽ അസാധാരണമായി മഹത്വം ഇറങ്ങിയ, നിങ്ങൾക്ക് നിൽക്കാൻ പറ്റാത്ത രീതിയിൽ ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കുക. ഒരു വലിയ പുതപ്പ് നിങ്ങളുടെ മേൽ ഇപ്പോൾ റിലീസാകിയ. ഈ ഏരിയയിലേക്ക് പരിശുദ്ധാത്മാവിന്റെ വലിയ പകർച്ചകൾ ചലിക്കുന്നത് ഞാൻ കാണുന്നു. ആത്മാവിന്റെ കൈമാറ്റം ഇതിനകത്ത് വ്യാപരിക്കുക. ഇന്ന് നിങ്ങളൊന്ന് ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, ഞാൻ അനുഗ്രഹം പ്രാപിക്കാൻ വിളിക്കപ്പെട്ട വ്യക്തിയാണെന്ന്. അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് പോകാൻ ഇവിടെ വന്നിരിക്കുന്ന വ്യക്തിയാണെന്നൊന്ന് ഡിക്ലെയർ ചെയ്തട്ടെ. അനുഗ്രഹത്തെ പ്രാപിച്ചുകൊണ്ട് പോകാൻ ഇവിടെ വന്നിരിക്കുന്നതെന്ന്. ഹല്ലേലൂയ. വന്നിരിക്കുന്നത് ജീവനുള്ള കല്ലായ ക്രിസ്തുവിന്റെ അരികിലേക്കാ. എന്നെ കർത്താവ് ചിലരുടെ കാതുകളെ തൊടുന്നത് പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. കാതടയുന്നു, കാതിനകത്ത് ഇങ്ങനെ മൂളിച്ച പോലെ കേൾക്കുന്നു. ആരത്? കർത്താവ് സൗഖ്യമാക്കുക. അത് മാത്രമല്ല, നിങ്ങളുടെ നടുവിനകത്ത് കർത്താവിന്റെ കരം ചലിക്കുക. നിങ്ങൾക്ക് നിൽക്കാൻ പറ്റാത്ത രീതിയിൽ വ്യാപരിക്കുന്ന നടുവുമായി ബന്ധപ്പെട്ട് ഭയങ്കര ഹീലിംഗ് ഇപ്പോൾ ഇതിനകത്ത് സംഭവിക്കുന്നത് ഞാൻ കാണുന്നു. നിങ്ങളുടെ മസിൽസിനെ കർത്താവ് തൊടുകയ യേശുവിന്റെ നാമത്തിൽ. ഒരു കംപ്ലീറ്റ് ഹീലിംഗ് ഇതിനകത്ത് ഇപ്പോൾ സ്വർഗം റിലീസ് ചെയ്യുക. ഈ ജേക്കബ് എന്ന പേരുമായിട്ട് കണക്റ്റഡ് ആരാ? ജേക്കബ്. അങ്ങനെ ചില കുടുംബത്തിനകത്ത് പരിശുദ്ധാത്മാവിന്റെ ഭയങ്കരമായ ചലനങ്ങൾ വെളിപ്പെടുന്ന ഞാൻ കാണുന്നു. ആരാ? ലോർഡ് ജീസസ്. വിടുതലുകൾ തുടങ്ങിയ പറഞ്ഞ, ഞാൻ ജീവനുള്ള കല്ലായ ക്രിസ്തുവിലേക്കാണ് വന്നിരിക്കുന്നത്. എന്തിനാ? സെപ്പറേറ്റ് ആയിട്ടല്ല, ക്രിസ്തുവിനോട് ചേർന്ന് പണിയപ്പെടുവാൻ. ഹല്ലേലൂയ. ആമേൻ. എല്ലാവരും ദൈവസന്നിധിയിൽ ഇരുന്നോ, ആരാധിച്ചോ, സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നാട്ടെ, എല്ലാവരും പ്രൈസ് ചെയ്തുകൊണ്ടിരുന്നാട്ടെ.
Oh, Rabba, Shagas Glorian, Taralkama, Ziganteria, Ramshas Gloria, Ramakasi Anteri. Amen. Thank you, Jesus. Yeshu ഒരു സ്ഥലത്ത് ഞാൻ amen. Amen. ജീവനുള്ള കല്ലാകുന്നു പറയുമ്പോൾ യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിനകത്ത് യേശു പറയുന്ന 48-ാമത്തെ വചനം പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. ഹല്ലേലൂയ. പറഞ്ഞത് ക്രൈസ്റ്റ് ഈസ് ദ ലിവിംഗ് ബ്രെഡ്. ആമേൻ. വാ തുറന്ന് പറഞ്ഞാട്ടെ, എൻ്റെ യേശു ജീവന്റെ അപ്പമാകുന്നു എന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഒന്നും കൂടെ വാ തുറന്ന് പറഞ്ഞാട്ടെ, എൻ്റെ യേശു ജീവന്റെ അപ്പമാകുന്നു. ഹല്ലേലൂയ. ആമേൻ. എൻ്റെ ആമേൻ. 35-ാമത്തെ വാക്യം, യോഹന്നാൻ സുവിശേഷം 35-ാമത്തെ വാക്യം ഒന്നും കൂടെ വായിക്കുന്നു. യേശു അവരോട് പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയുമില്ല. ഇന്ന് നിങ്ങളുടെ ചില ദാഹത്തെ, ചില വിശപ്പിനെ തൃപ്തിപ്പെടുത്തുന്ന രാത്രിയായി മാറാൻ പോകുകയാണ്. ഇതിനകത്ത് യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ സ്നാനപ്പെടാത്ത, രക്ഷിക്കപ്പെടാത്ത, ഇതുവരെ സ്നാനപ്പെടാത്ത ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ഉണ്ടെങ്കിലും ചിലപ്പോൾ നമുക്ക് കൈവക്കാൻ മടിയായിരിക്കും. ഹല്ലേലൂയ. എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാ, സ്നാനപ്പെട്ടവരാ. ഈ സ്പൈനൽ കോഡുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ഭയങ്കര ഹീലിംഗ് നടക്കുന്നത് ഞാൻ കാണുന്നല്ലോ. നിങ്ങളുടെ ഈ നെക്ക് തൊട്ട് താഴോട്ട് പെയിനുള്ളവർ, നെക്ക് തൊട്ട് താഴോട്ട് അത് ഹീലാവുകയാണ്. റമാഷിയ എന്നെ പരിശുദ്ധാത്മാവ് കാണിക്കും. നിങ്ങൾക്ക് ചില സമയത്ത് മോർണിംഗ് എഴുന്നേൽക്കുമ്പോൾ പോലും വേദനയുണ്ടാവും. ശരിയാണോ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് എന്താ പറഞ്ഞേ, ഒരു വെയിറ്റ് എടുത്താൽ അന്നേരെ ചില സമയങ്ങളെങ്കിൽ പെടലി എട്ടിയതുപോലെ ഇരിക്കും. ഒരു സൈഡിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാത്ത, ഈ നെക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയത്തില്ല. ചില സമയത്ത് ഇങ്ങനെ സ്റ്റക്കായിട്ടിരിക്കും. ഒരു സൈഡിലോട്ട് തിരിഞ്ഞാൽ ഭയങ്കര പെയിനായിരിക്കും. ഞാൻ പറഞ്ഞ ശരിയാണോ? എൻ്റെ യേശു നിങ്ങളെ ഇന്ന് രാത്രി സൗഖ്യമാക്കുന്നത് ഞാൻ കാണുന്നു. ഓറാ ഷിയാസിയ. അതുപോലെ നിങ്ങളുടെ കുടുംബത്തിനകത്തുള്ള സാമ്പത്തിക പ്രതിസന്ധി, ഭയങ്കര നിരാശയ്ക്കകത്ത, തകർച്ചയ്ക്കകത്ത, ചിലത് പൂർത്തീകരിക്കാൻ പറ്റാത്ത അനുഭവത്തിലാണ് നിങ്ങളായിരിക്കുന്നത്. ചിലത് ആരംഭിച്ചു എന്നാൽ ഇങ്ങനെ ബ്ലോക്കായി കിടക്കുക. അതിനെ സ്വർഗം ഇന്ന് ബ്രേക്ക് ചെയ്ത് ആമേൻ, ചില പൂർത്തീകരണങ്ങൾ നിങ്ങളുടെ ഭവനത്തിനകത്ത് സ്വർഗം അയക്കുക. യേശുവിൻ്റെ നാമത്തിൽ ആ റാഫയുടെ ശക്തി നിങ്ങളുടെ മേൽ വെളിപ്പെടുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഇപ്പോൾ ആ ഹീലിംഗ് സംഭവിക്കുന്നു. ഈ ഹീലിംഗ് സംഭവിക്കുന്നു. ആമേൻ. യേശുവിന്റെ നാമത്തിൽ കംപ്ലീറ്റ് ഹീലിംഗിനെ ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു. ആമേൻ. എല്ലാവരും കരമുയർത്തി പറഞ്ഞാട്ടെ, എൻ്റെ യേശു ആമേൻ ജീവന്റെ അപ്പമാണെന്നൊന്ന് ഡിക്ലെയർ ചെയ്താട്ടെ. ഹല്ലേലൂയ. ഞാൻ ആ പദം ഒന്നും കൂടെ ഡിക്ലെയർ ചെയ്യാ. യേശു പറയാ, ആമേൻ ആമേൻ, എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കത്തില്ല. ഹല്ലേലൂയ. ആമേൻ. ലോകപരമായി കിടക്കുന്ന ചില വിശപ്പുകളെ, ലോകപരമായി കിടക്കുന്ന ചില ദാഹങ്ങളെ ഇന്ന് പൂർത്തീകരിച്ച് കർത്താവ് അയക്കാൻ പോകുക. അതിന് ചെക്ക് ചെയ്യാവോ? ഒന്ന് ചെക്ക് ചെയ്യാവോ എന്നാ സംഭവിക്കുന്നേ? നിങ്ങൾ കയറി വരാവോ? എന്താ അവിടെ എന്തായിരുന്നു പ്രോബ്ലം? എന്തായിരുന്നു? ഇപ്പൊ പെടല് തിരിച്ചേ, വേദന ഇല്ല? ഇല്ല. തല താഴോട്ട് കുനിച്ചേ, മോളോട്ട് ഉയർത്തിക്കേ. വേദന ഇല്ല. ഹല്ലേലൂയ. ആമേൻ. എത്ര പേർ വിശ്വസിക്കുന്നു എൻ്റെ യേശു സൗഖ്യദായകനായി എൻ്റെ യേശു ഇവിടെ വന്നിട്ടുണ്ടെന്ന്? ആ സൗഖ്യത്തിന്റെ ശക്തി ഇതിനകത്ത് വ്യാപരിക്കാൻ പോകുകയാണ്. സൗഖ്യത്തിന്റെ ശക്തി ഇതിനകത്ത് വ്യാപരിക്കാൻ പോകുകയാണ്. യേശു പറഞ്ഞു, എൻ്റെ അരികിൽ വരുന്നവന് ആമേൻ വിശക്കത്തില്ല, അവൻ ഒരു നാളും അവന് ദാഹിക്കത്തില്ല. അന്നേരം യേശു പറയാണ്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നിട്ട് മരിച്ചുവല്ലോ, ഇത് തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാകുന്നു. ഹല്ലേലൂയ. ഇസ്രായേൽ ജനങ്ങൾ മിസ്രൈമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ 40 വർഷം യഹോവയാം ദൈവം അവർക്ക് മരുഭൂമിയിൽ മന്ന കൊടുത്തു.
ഹല്ലേലൂയ. അവരുടെ യാത്രയിൽ കാനാൻ ദേശത്തിലേക്ക് കാനാനിൽ എത്തുന്നവിടം വരെ അവർ പകൽ പ്രഭാത ഭക്ഷണമായി കഴിച്ചിരുന്നത് സ്വർഗത്തിൽ നിന്ന് ദൈവം കൊടുത്ത മന്നയാണ്. ഹല്ലേലൂയ. അവർ മരുഭൂമി യാത്ര നോക്കിയാൽ ഏറ്റവും ശ്രേഷ്ഠകരമായതാ. കാരണം മരുഭൂമിയിലും ദൈവം അവരെ സമൃദ്ധിയായിട്ട് നടത്തിയത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു, മരുഭൂമിയുടെ അനുഭവത്തിലാണെങ്കിലും എൻ്റെ ദൈവം എന്നെ ഏറ്റവും സമൃദ്ധിയായി, ഏറ്റവും അധികമായി സമൃദ്ധിയോടെ എന്നെ നടത്തുന്ന ഒരു യഹോവയാം ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു, നിങ്ങളുടെ സകല അടിമത്തങ്ങളും വിട്ടുമാറുക, നിങ്ങളുടെ സകല ദാരിദ്ര്യങ്ങളും വിട്ടുമാറുക. സകല പൈശാചികമായി പിശാച് കൊണ്ടിടുന്ന ദാരിദ്ര്യത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞ് സ്വർഗം തുറന്ന് അത്ഭുതകരമായി നിങ്ങളെ വഴി നടത്തുന്ന ഒരു അനുഭവം. ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം എടുത്തു പറയുക. യഹൂദന്മാരുടെ ഒരു പ്രത്യേകതരമായിട്ടുള്ള അവരുടെ സെലിബ്രേഷൻ, നമ്മൾ ഇന്നത്തെ നമ്മുടെ മീറ്റിംഗിന്റെ പേര് അനുഗ്രഹോത്സവം എന്ന, ഫീസ്റ്റ് ഓഫ് ബ്ലെസ്സിംഗ്, അനുഗ്രഹത്തിന്റെ ഉത്സവം. നമ്മുടെ ദൈവം ഉത്സവങ്ങളുടെ, പെരുന്നാളുകളുടെ, സെലിബ്രേഷന്റെ ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം നമ്മളെ ഒരു ആഘോഷത്തിലൂടെ നടത്താൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നു? ഹല്ലേലൂയ. എപ്പോഴും കണ്ണുനീരോടെ കൂടെ നടത്തുന്ന ദൈവമല്ല. ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുക, നിങ്ങളുടെ ദുഃഖത്തിനൊരു അവസാനമുണ്ട്. നിങ്ങളുടെ കണ്ണുനീരിന്റെ അവസാനമാണ് ഇന്നത്തെ ദിവസമെന്ന് ഞാൻ പ്രവചിച്ചാൽ എത്ര പേർ അതിനെ സ്വീകരിക്കാൻ റെഡിയാ? ഹല്ലേലൂയ. പഴയ നിയമത്തിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി ഉത്സവങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. അതിനകത്ത് മൂന്ന് തരത്തിലുള്ള 3 ഉത്സവങ്ങൾ എന്ന് വെച്ചാൽ മുഴുവൻ ഇസ്രായേൽ ജനങ്ങളും എവിടെയൊക്കെ ആണെങ്കിൽ പോലും അവർ യെരുശലേമിൽ വന്ന് പാർക്കണം, യെരുശലേമിൽ വന്ന് ആഘോഷിക്കേണ്ട 3 ഉത്സവങ്ങളിൽ ഒന്നാണ് അവരുടെ കൂടാര പെരുന്നാൾ എന്ന് പറയുന്നത്. ഫീസ്റ്റ് ഓഫ് ടാബർനാക്കിൾ. ഹല്ലേലൂയ. അവരുടെ ഫീസ്റ്റ് ഓഫ് ടാബർനാക്കിൾ. ഈ ഫീസ്റ്റ് ഓഫ് ടാബർനാക്കിൾ അവർ ആഘോഷിക്കുന്ന എന്ന് ചോദിച്ചാൽ അതിന്റെ മറ്റൊരു പേരാണ് സുക്കോത്ത്. സുക്കോത്ത് എന്ന് പറഞ്ഞാൽ ടെമ്പററി ഷെഡ് എന്നാണ് അതിന്റെ അർത്ഥം. ടെമ്പററി ഷെഡ്. ഹല്ലേലൂയ. ഈ സുക്കോത്ത് അവർ ആഘോഷിക്കുന്നത് എന്താന്ന് വെച്ചാൽ, മരുഭൂമിയിൽ ഇസ്രായേൽ ജനങ്ങളെ ദൈവം നടത്തിയപ്പോൾ അവരെ കൂടാരം അടിച്ച് അതിനകത്ത് പാർപ്പിച്ചു. ഹല്ലേലൂയ. മരുഭൂമിയിലൂടെ ഇസ്രായേൽ ജനങ്ങളെ നടത്തുന്ന സമയത്ത് ദൈവം അവർക്ക് കൂടാരങ്ങൾ അടിച്ച് അതിനകത്ത് പാർക്കുവാൻ പറഞ്ഞു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവർ എന്ത് ചെയ്യും? ഇതിനെ ഒരു ഫീസ്റ്റായി, ഒരു കൂടാര പെരുന്നാളായി, ഫീസ്റ്റ് ഓഫ് ടാബർനാക്കിളായി ഇവർ ആഘോഷിക്കും. ആമേൻ. എത്ര പേർ ഒരു ഫീസ്റ്റ് ഓഫ് ടാബർനാക്കിളിലേക്ക്, ഒരു സെലിബ്രേഷനിലേക്ക്, പിതാവുമായി ആഘോഷിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ഞാൻ പ്രവേശിക്കാൻ പോകുകയാണ്? എത്ര പേർ ഡിക്ലെയർ ചെയ്യും ഇന്ന് രാത്രി? ആമേൻ. എന്നാൽ ഓരോ സെലിബ്രേഷനകത്തും ദൈവം അവർക്ക് കൽപ്പനയായി കൊടുക്കുന്ന കാര്യമുണ്ട്. നിങ്ങൾ കുടുംബമായി എന്ത് ചെയ്യണം? ആ സെലിബ്രേഷനകത്ത് സന്തോഷിക്കണം. ആമേൻ. അത് ഒരു ഉപദേശമായിട്ടല്ല കൊടുക്കുന്നത്, അതിനകത്ത് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു നിയമമാ, കൽപ്പനയാ. എന്താ കൽപ്പന? നിങ്ങളും നിന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും അടക്കം നിങ്ങൾ കുടുംബമായി എന്ത് ചെയ്യണം? ഈ പെരുന്നാളിന്റെ സമയത്ത് അത് 7 ദിവസമായിരിക്കും. അവരുടെ സകല സെലിബ്രേഷനും സകല ഫീസ്റ്റും അത് 7 ഡേയ്സാ. ആ 7 ഡേയ്സും എന്ത് ചെയ്യണം? നിങ്ങൾ സന്തോഷിക്കണം. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. നിങ്ങളോട് തന്നെ ഒന്ന് പറഞ്ഞാട്ടെ, ദുഃഖിക്കാനായിട്ടല്ല എൻ്റെ ദൈവം വിളിച്ചിരിക്കുന്നത്, പ്രയാസപ്പെടുവാനായിട്ടല്ല എൻ്റെ ദൈവം വിളിച്ചിരിക്കുന്നത്. എൻ്റെ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് സന്തോഷിക്കുവാനായിട്ടാ, ദൈവ സാന്നിധ്യത്തിൽ സന്തോഷിക്കുവാനാ. ഹല്ലേലൂയ. എത്ര പേർ ഒരു സെലിബ്രേഷനിലേക്ക് കയറാൻ റെഡിയാ? എന്തെങ്കിലും പ്രാപിച്ചിട്ടല്ല ദൈവമക്കളെ, എന്തെങ്കിലും കിട്ടിയിട്ടല്ല, കിട്ടുന്നതിന് മുൻപ് തന്നെ ഞാൻ എൻ്റെ പിതാവുമായിട്ട്, എൻ്റെ യേശുവുമായിട്ട് ഞാൻ സന്തോഷിക്കാൻ പോകുക. എൻ്റെ ജീവിതത്തിൽ ആയിരക്കണക്കിന് ദുഃഖങ്ങൾ കാണും, ആയിരക്കണക്കിന് പ്രയാസങ്ങൾ കാണും, പക്ഷെ അതൊന്നും എന്നെ ബാധിക്കത്തില്ല. അതൊന്നും അപ്പൻ്റെ സന്തോഷത്തിൽ നിന്ന് എന്നെ സെപ്പറേറ്റ് ചെയ്യുവാൻ എൻ്റെ ഒരു പ്രശ്നത്തിലും സാധിക്കത്തില്ലെന്ന് ധൈര്യത്തോടെ ഡിക്ലെയർ ചെയ്യാൻ കഴിയുന്നവർ വാ തുറന്ന് പറഞ്ഞട്ടെ, ഞാനൊരു സന്തോഷത്തിലേക്ക് പ്രവേശിക്കാൻ പോകുക. ഹല്ലേലൂയ. ആമേൻ. ഈ ഫീസ്റ്റ് ഓഫ് ടാബർനാക്കിളിന്റെ സമയം പോയി
ഈ ഫീസ്റ്റ് ഓഫ് ടാബർനാക്കിളിന്റെ ഇവരുടെ സെലിബ്രേഷൻ എന്താണെന്നറിയാവോ? ഇവർ പറയുന്നത് ഇതാണ്: ഞങ്ങളുടെ ദൈവമായ യഹോവ ഞങ്ങളെ മരുഭൂമിയിൽ അത്ഭുതകരമായിട്ട് നടത്തി. ഹല്ലേലൂയ. ഇവർ മിസ്രൈമിനെ കൊള്ളയിട്ടാ വന്നത്. മിസ്രൈമിലുള്ള മുഴുവൻ സമ്പത്തും, മിസ്രൈമിലെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ ജോസഫിന്റെ കാലഘട്ടത്തിൽ മിസ്രൈമിൽ ശേഖരിക്കപ്പെട്ട പല രാജ്യങ്ങളുടെയും സമ്പത്ത്. മിസ്രൈമാണ് ആ കാലഘട്ടത്തിൽ, ജോസഫിന്റെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ സമ്പന്ന രാജ്യമായി മാറിയത്. എന്ന് വെച്ചാൽ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത സമ്പത്ത് മിസ്രൈമൻ രാജ്യത്തിനകത്ത് വന്നു കയറി. ആ സമ്പത്താണ് ഇസ്രായേൽ ജനങ്ങൾ ചോദിച്ചപ്പോൾ, അവർ ചോദിച്ചപ്പോൾ ഇവരുടെ കരത്തിൽ ധാരാളമായി കൊടുത്തത്. വചനം പറയുന്നു, ഇസ്രായേൽ ജനങ്ങൾ മിസ്രൈമിനെ കൊള്ളയിട്ടെന്ന്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുക, നിങ്ങളുടെ ശത്രുക്കൾ പോലും ആമേൻ നിങ്ങളുടെ കരത്തിൽ കൊണ്ടുവന്ന നന്മ തരത്തക്ക രീതിയിൽ, നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്നവർ പോലും നിങ്ങളുടെ കരത്തിൽ കൊണ്ടുവന്ന നന്മ തരത്തക്ക രീതിയിൽ ഒരു ഫേവർ ഇന്ന് രാത്രി, ദൈവിക പ്രസാദം നിങ്ങളുടെ മുമ്പിൽ അധികമായി തുറക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. അവൻ ഇത്രയും നന്മയായിട്ട് ഇസ്രായേൽ ജനങ്ങൾ മിസ്രൈമിൽ നിന്ന് ഇറങ്ങി മരുഭൂമിയിൽ യാത്ര ചെയ്യുന്നത്. പക്ഷെ മരുഭൂമിക്കകത്ത് ഇവരുടെ ഒരു ഗോൾഡ് എടുത്തോ ഒരു വെള്ളി എടുത്തോ ഇവരുടെ കാര്യം നടത്താൻ ദൈവം അനുവദിച്ചില്ല. ഇവർക്ക് വേണ്ടുന്നത് തക്ക സമയത്ത് സ്വർഗം തുറന്ന് അവർക്ക് പകർന്നു കൊടുത്തുകൊണ്ടേയിരുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, ഒരു നാച്ചുറൽ ലൈഫ് അല്ലായിരുന്നു ഇസ്രായേൽ ജനങ്ങളുടെ മരുഭൂമി യാത്ര. ആമേൻ. സാധാരണമായ ജീവിതത്തെക്കാട്ടിലും മറ്റുള്ളവർ കണ്ട് അത്ഭുതപ്പെടത്തക്ക രീതിയിൽ, അതിശയപ്പെടത്തക്ക രീതിയിൽ ഒരു അമാനുഷികമായ ജീവിതത്തിലൂടെയാണ്, ഒരു പ്രൊവിഷനിലൂടെയാണ് അവരുടെ ദൈവം അവരെ നടത്തിയത്. ഇന്ന് രാത്രി എത്ര പേർ ആമേൻ വിശ്വസിക്കുന്നു ഞാൻ അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് പ്രവേശിക്കാൻ പോകുകയാണ്? ഞാൻ ഡിക്ലെയർ ചെയ്യുക, ഹല്ലേലൂയ. ഒരു നാച്ചുറൽ ലൈഫിൽ നിന്ന് ഇതിനകത്ത് ചിലർ പ്രവേശിക്കാൻ പോകുക. ഒരു സൂപ്പർ നാച്ചുറൽ ലൈഫ് സ്റ്റൈലിലേക്ക് സ്വർഗം തുറന്ന് അത്ഭുതകരമായി നടത്തുന്ന, അതിശയകരമായി നടത്തുന്ന, നിങ്ങൾ കാറ്റ് കാണത്തില്ല, മഴയും കാണത്തില്ല, എന്നാൽ നിങ്ങളുടെ സകല ആവശ്യത്തിനും വേണ്ട നന്മ ആമേൻ തക്ക സമയത്ത് നിങ്ങളുടെ കരത്തിൽ വരത്തക്ക രീതിയിൽ ആമേൻ സമ്പത്തിന്റെ വാതിൽ, സ്വർഗത്തിന്റെ വാതിൽ അസാധാരണമായി നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടാൻ പോകുക. Hallelujah. Amen. ഇവർ ഈ ഫീസ്റ്റ് ഓഫ് ടാബർനാക്കിൾ ഇവർ ഡിക്ലെയർ ചെയ്യുന്നത് ഇതാണ്. ഇവർ തലമുറയോട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫീസ്റ്റ് ഓഫ് ടാബർനാക്കിൾ ചെയ്യുന്നത്. ഇവർ പറഞ്ഞു കൊടുക്കുന്നത് ഇതാണ്: പൂർവ്വ പിതാക്കന്മാരെ ഇങ്ങനൊരു ദൈവം അവരെ അത്ഭുതകരമായിട്ട് നടത്തി, അവരെ അതിശയകരമായിട്ട് നടത്തി. അവർക്ക് വേണ്ടുന്നതെല്ലാം ആമേൻ ദൈവം പ്രൊവൈഡ് ചെയ്ത് കൊടുത്തു. അവർക്ക് മന്ന വേണ്ടെടുത്ത് മന്നയെ കൊടുത്തു, അവർക്ക് കാട ഇറച്ചി വേണ്ടെടുത്ത് കാട ഇറച്ചി കൊടുത്തു, അവർക്ക് വെള്ളം വേണ്ടെടുത്ത് പാറയെ പിളർന്ന് അവർക്ക് വെള്ളം കൊടുത്തു. അവർക്ക് ഒന്നിനും കുറവില്ലാതെ സമൃദ്ധിയായിട്ട് നടത്തി. ഹല്ലേലൂയ. ഇതാണ് ഇവർ ഫീസ്റ്റ് ഓഫ് ടാബർനാക്കിൾ ഇവർ ഡിക്ലെയർ ചെയ്യുന്നത്. ആമേൻ. ഈ ഫീസ്റ്റ് ഓഫ് ടാബർനാക്കിൾ ആ കൂടാര പെരുന്നാളിനകത്ത് ഇവർ ഡിക്ലെയർ ചെയ്യുന്നത് ഇതാ. ഇന്ന് രാത്രിയും ഞാൻ ഡിക്ലെയർ ചെയ്യുക, അങ്ങനെ ഒരു ഫീസ്റ്റ് നിങ്ങളുടെ ലൈഫിനകത്തും ആമേൻ അസാധാരണമായി ദൈവം നിങ്ങളെ നടത്തുന്ന അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്തുണ്ടാകാൻ പോകുക. എന്നാൽ വചനം പറയുന്നു, നിങ്ങളുടെ പിതാക്കന്മാർ ഈ മരുഭൂമിയിൽ മന്ന തിന്നിട്ടും മരിച്ചു. യേശു യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിൽ 48-ാമത്തെ വാക്യം പറയുക, നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നിട്ട് മരിച്ചു, എന്നാൽ ഇത് തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാകുന്നു. ഹല്ലേലൂയ. ഇന്ന് എത്ര പേർ തിരിച്ചറിയാൻ പോകുക, ഇന്ന് എത്ര പേർ പ്രാപിക്കാൻ പോകുക? ആമേൻ. യേശു എനിക്ക് തരുന്ന ഒരു നിത്യ ജീവനിലേക്ക്, യേശു എനിക്ക് തരുന്ന ഒരു നിത്യ ജീവനിലേക്ക്, ആ അയോണിയ സോയയിലേക്ക് ഇന്ന് രാത്രി ഞാൻ പ്രവേശിക്കാൻ പോകുക. ഹല്ലേലൂയ. യേശു പറയാ, നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നിട്ട് മരിച്ചുവല്ലോ, എന്നാൽ ഇത് തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാകുന്നു. യേശു പറയാ, ആ അപ്പമോ ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന എന്റെ ശരീരമാകുന്നു. ആമേൻ. രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ട് യേശു വന്നത്: ഒന്ന് നമുക്ക് ജീവൻ നൽകുവാനും, രണ്ട് ലോകത്തിന് ജീവൻ നൽകുവാനും.
എന്താ വെച്ചാൽ ആദാമിന്റെ പാപം നിമിത്തം സകല മനുഷ്യരിലും ഏകന്റെ ലംഘനത്തിനാൽ സകല മനുഷ്യരിലും മരണം സ്പ്രെഡായി. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം ആദാമിനെ ദൈവം സൃഷ്ടിച്ചത് എങ്ങനെയാണെന്നറിയാം അല്ലേ? ആദാമിന്റെ സൃഷ്ടി എന്ന് പറയുന്നത് ഏറ്റവും മഹത്വകരമായ ഒരു ക്രിയേഷനാ ആദാമിന്റെ ക്രിയേഷൻ എന്ന് പറയുന്നത്. കാരണം ദൈവം ആദാമിനെ സൃഷ്ടിച്ചത് നീതിയിലാണ്. ദൈവം ആദാമിനെ സൃഷ്ടിച്ചത്. ആദാം പാപത്തിൽ സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയല്ല. ആദാം മരണത്തിനകത്ത് മരണത്തിന്റെ സ്വാധീനത്തിന് പെട്ട വ്യക്തിയായി സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയല്ല. ഹല്ലേലൂയ. അബ്രഹാമിന് വചനം പറയുന്നു, അബ്രഹാമിന് ദൈവം നീതി കണക്കിട്ടു എന്നാ പറയുന്നത്. പക്ഷെ ആദാമിന് ദൈവം നീതി കണക്കിടുകയല്ല. ആദാം നീതിമാനായി തന്നെയാണ് ദൈവം സൃഷ്ടിച്ചത്. എന്ന് വെച്ചാൽ പാപത്തിന്റെ ഒരു അംശം പോലും ഇൻഫ്ലുവൻസ് ഇല്ലാത്ത, സ്വാധീനമില്ലാത്ത, പാപത്തിന് തൊടുവാൻ പറ്റാത്ത ഒരു വ്യക്തിത്വമായിട്ടാണ് ദൈവം ആദാമിനെ സൃഷ്ടിച്ചത്. ഹല്ലേലൂയ. ആമേൻ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ദൈവത്തിന്റെ തേജസ്സിലാണ് ദൈവം ആദാമിനെ സൃഷ്ടിച്ചത്. ദൈവത്തിന്റെ അതോറിറ്റിയിലാണ് ദൈവം ആദാമിനെ സൃഷ്ടിച്ചത്. ഹല്ലേലൂയ. പക്ഷേ ആമേൻ, ഏകന്റെ ലംഘനത്താൽ മരണം സകല മനുഷ്യരിലും സ്പ്രെഡായി, സകല മനുഷ്യരിലും പരന്നു എന്ന് വചനം പറയുന്നു. നിങ്ങളൊന്ന് നോക്കിയേ, അടുത്ത തലമുറയ്ക്ക് ആദാം പകർന്നു കൊടുക്കേണ്ടത് എന്താ? ആദാം പകർന്നു കൊടുക്കട്ടെ, അവന്റെ സൃഷ്ടിപ്പ് വെച്ച് നോക്കിയാൽ നീതിയിൽ സൃഷ്ടിക്കപ്പെട്ടവൻ, ആമേൻ, അതോറിറ്റിയിൽ സൃഷ്ടിക്കപ്പെട്ടവൻ, തേജസ്സിൽ സൃഷ്ടിക്കപ്പെട്ടവൻ, അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കേണ്ടത് അവന്റെ മേൽ കിടക്കുന്ന നീതിയാ. ആദാമിന്റെ സൃഷ്ടിപ്പ് നോക്കിയാൽ അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കേണ്ടത് അവൻ ദൈവികമായ തേജസ്സിനെ പകരേണ്ടത്. ആദാമിന്റെ സൃഷ്ടിപ്പ് നോക്കിയാൽ അടുത്ത തലമുറയ്ക്ക് കൊടുക്കേണ്ടത് ജീവനെ കൊടുക്കേണ്ടത്. പക്ഷേ ആമേൻ, അവന്റെ ലംഘനം നിമിത്തം അടുത്ത തലമുറയിലേക്ക് പകരപ്പെട്ടത് ആമേൻ നീതിയല്ല. അടുത്ത തലമുറയിലേക്ക് അവനിൽ നിന്ന് പകരപ്പെട്ടത് ആമേൻ തേജസ്സല്ല. അടുത്ത തലമുറയിലേക്ക് പകരപ്പെട്ടത് ജീവനല്ല. മറിച്ച് വചനം പറയുന്നു, അവന്റെ ലംഘനം നിമിത്തം അടുത്ത തലമുറയിലേക്ക് മരണം സ്പ്രെഡായി എന്ന്. ഹല്ലേലൂയ. ദൈവം പ്രത്യാശയോടെ, പ്രതീക്ഷയോടെ സൃഷ്ടിക്കപ്പെട്ട ഒരു വ്യക്തിയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് പകരപ്പെട്ട ഈ മരണത്തെ, ആമേൻ, ഇതിനെ ജയിക്കുവാൻ വേണ്ടിയിട്ട് യേശു പറഞ്ഞത്, നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നിട്ടും മരിച്ചു. കാരണം എന്താ? ഇത് എവിടുന്നാ വന്നത്? ഇത് അബ്രഹാമിൽ നിന്ന് വന്നതല്ല, ഇത് ഐസക്കിൽ നിന്നോ മോശയിൽ നിന്നോ ആരിൽ നിന്നും വന്നതല്ല. ഇത് ആദാമിൽ നിന്ന് പകർച്ചയായി വന്നിരിക്കുന്ന പാപത്തിന്റെ ശമ്പളമായ മരണമാ. പാപത്തിന്റെ ശമ്പളമായ മരണമാ. അവൻ ആദാമിന്റെ ലംഘന നിമിത്തം അവൻ അടുത്ത തലമുറയിലേക്ക് പകരപ്പെട്ട ഒരു മരണമാ. എന്നാൽ ഇന്ന് രാത്രി അവൻ ഈ കൺവെൻഷൻ സെന്ററിനകത്ത് ഇന്ന് ഈ വചനത്താൽ അതിനെ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുക. ഇനി ഒരു ആദാമിക് ജനറേഷൻ അല്ല ഇതിനകത്ത്. യേശു ക്രിസ്തുവിന്റെ ജീവനെ പ്രാപിക്കുന്ന ഒരു ക്രിസ്തുവിന്റെ തലമുറ, മരണത്തെ ജയിക്കുന്ന, മരണത്തെ ജയിക്കുന്ന. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർ അതിനെ പ്രാപിക്കാൻ റെഡിയാ? ഹല്ലേലൂയ. ഒരുത്തൻ ഒരു ഫലത്തെ കഴിച്ചപ്പോൾ ഒരു ജനറേഷനിലേക്ക് മരണം സ്പ്രെഡായെങ്കിൽ എത്ര പേർക്ക് തിരിച്ചറിയാൻ കഴിയുന്നു? ഒരുവൻ ഒരു ഫലത്തെ ഭക്ഷിച്ചപ്പോൾ, കഴിച്ചപ്പോൾ ഒരു തലമുറയിലേക്ക് മരണം സ്പ്രെഡായെങ്കിൽ ഇന്ന് ഇരുമ്പയത്തിന്റെ മേൽ ഒരു ഗ്രേസ് വെളിപ്പെടുകയാ. ഒരു ഫലത്തെ ഭക്ഷിച്ചുകൊണ്ട് ഒരു ജനറേഷനിലേക്ക് ജീവനെ പകരുന്ന ഒരു ആത്മതലം ഇവിടെ തുറക്കപ്പെടുകയാ. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഏറ്റവും ബാക്ക് സൈഡിൽ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ആമേൻ. യേശു പറയാ, നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ സ്വർഗത്തിൽ നിന്ന് ദൂതന്മാരുടെ ഭോജനമായ മന്ന തിന്നിട്ട് മരിച്ചുവല്ലോ. കാരണം മന്നയ്ക്ക് ആദാമിന്റെ പാപത്തിന്റെ ശമ്പളമായ മരണത്തിൽ നിന്ന് അവരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. മന്നയ്ക്ക് ആദാമിന്റെ ലംഘനത്തിൽ നിന്ന് വന്ന മരണത്തിൽ നിന്ന് അവരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ആദാമിന്റെ പാപത്തിന്റെ സ്വാധീന ശക്തിയിൽ നിന്ന് അവരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് പല നന്മകൾ കണ്ടിട്ടും, പല അത്ഭുതങ്ങൾ കണ്ടിട്ടും അവർ വീണ്ടും ദൈവത്തിന് വിരോധമായി പിറുപിറുത്തുകൊണ്ടേയിരുന്നു.
ഹല്ലേലൂയ. ദൈവം ഓരോരുത്തരെ തിരഞ്ഞെടുക്കുന്നതിന് ഓരോ ക്വാളിറ്റി ഉണ്ട് ദൈവമക്കളെ. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനകത്തൊരു ക്വാളിറ്റി ഉണ്ട്. ഇസ്രായേൽ ജനങ്ങൾ മോശയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയാവോ? ഇസ്രായേൽ ജനങ്ങൾ മോശയ്ക്ക് വിരോധമായി പിറുപിറുക്കുമ്പോൾ, ഒരു പ്രോബ്ലം വരുമ്പോൾ അവർ പിറുപിറുക്കും, അവർ മർമറിങ് ചെയ്തുകൊണ്ടേയിരിക്കും, അവർ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും, അവർ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ മോശയുടെ പ്രത്യേകത, ഒരു പ്രോബ്ലം വരുമ്പോൾ മോശ സ്വർഗത്തിലേക്ക് കണ്ണുകളെ ഉയർത്തും. ആമേൻ. പിതാവിനോട് സംസാരിക്കാൻ തുടങ്ങും. ഇന്ന് എത്ര പേർ ആമേൻ മോശയെ പോലെ, ഒരു മോശയെ പോലെ, ഇനി ഞാൻ ഇസ്രായേൽ ജനങ്ങളെ പോലെ പിറുപിറുക്കുന്ന വ്യക്തിയല്ല. ആമേൻ. ഒരു പ്രോബ്ലം വരുമ്പോൾ ഞാൻ പിതാവിലേക്ക് നോക്കി അതിന്റെ സൊല്യൂഷനെ പ്രാപിക്കുന്ന ഒരു അതോറിറ്റി എന്റെ മേൽ ഇന്ന് വെളിപ്പെടാൻ പോകുകയാണെന്ന്. ഹല്ലേലൂയ. കാരണം നോക്കേ, അവരുടെ മേൽ ഈ ലംഘനത്തിന്റെ, ആദാമിന്റെ ലംഘനത്തിന്റെ ആ ജനറേഷണൽ ആ സ്പിരിറ്റ് അവരുടെ മേൽ കടക്കുക. കുറ്റപ്പെടുത്തുന്ന, പിറുപിറുക്കുന്ന നിങ്ങൾ എത്ര പേർ ഡെയിലി പിന്മാറ്റത്തിൽ പോകുന്നു അല്ലേ? എത്ര പേർ നെഗറ്റീവ്, ഡെയിലി നെഗറ്റീവ്, ദൈവത്തിനെതിരെ വിരോധമായി നെഗറ്റീവ് സംസാരിക്കുന്നു? രക്ഷിക്കപ്പെട്ടവരാ, പക്ഷെ ജീവനെ പ്രാപിക്കാൻ കഴിയാതിരിക്കുക. രക്ഷിക്കപ്പെട്ടവരാ, പലപ്പോഴും കുറ്റപ്പെടുത്തുക. ആമേൻ. എന്റെ ദൈവത്തിന് എന്റെ ജീവിതത്തിൽ ഇത് ചെയ്യാൻ കഴിയത്തില്ലേ? എന്റെ കർത്താവിന് എന്നെ ചെയ്യാൻ കഴിയത്തില്ലേ? എന്നെ സൃഷ്ടിച്ച ദൈവമല്ലേ, എന്റെ പിതാവല്ലേ, എന്തുകൊണ്ടാ ചെയ്യാൻ പറ്റാത്ത? ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാത്ത ആരെങ്കിലും ഇതിനകത്തുണ്ടോ? എന്തുകൊണ്ടാ ദൈവം എനിക്ക് വേണ്ടി ഒരു പ്രവൃത്തി ചെയ്യാത്ത? എന്തുകൊണ്ടാ ദൈവം എനിക്ക് വേണ്ടി ഒരു വിടുതൽ തരാത്ത? എന്താ എന്റെ ദൈവം എനിക്ക് വേണ്ടി ഒരു സഹായമായി ഇറങ്ങി വരാത്ത, എന്നെ സഹായിക്കാത്ത, എന്നെ രക്ഷിക്കാത്ത, എനിക്കൊരു മാറ്റം തരാത്ത, എനിക്കൊരു നന്മ തരാത്ത? എന്തുകൊണ്ടാ ഇങ്ങനെ ചോദിക്കാത്ത ഒരാൾ പോലും ഇതിനകത്ത് കാണത്തില്ല. അങ്ങനെ ചോദിക്കാത്ത ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ആ വ്യക്തി രക്ഷിക്കപ്പെടാത്ത വ്യക്തിയായിരിക്കും. കാരണം യേശുവിനെ അറിഞ്ഞ എല്ലാവരും ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. യേശുവിനെ അറിഞ്ഞ എല്ലാവരും അത് ചോദിച്ചിട്ടുണ്ട്. കാരണം ഇത് എവിടുന്നാ വന്നതെന്നറിയാമോ? ഇത് ലംഘനം, ആദാമിന്റെ ലംഘനത്തിനകത്ത് നിന്ന് വന്ന് കുടിയിരിക്കുന്ന ഒരു സ്പിരിറ്റാ. വിരോധമായി സംസാരിക്കുക, പിറുപിറുക്കുക, ആമേൻ, നെഗറ്റീവായി സംസാരിക്കുക. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോടൊരു സീക്രട്ട് പറഞ്ഞു തരട്ടെ. ഒരു സീക്രട്ട് പറഞ്ഞു തരാം. ഹല്ലേലൂയ. ആമേൻ. ദൈവം നമ്മളെ തൻ്റെ രക്തത്താൽ, യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടിട്ട് നമ്മുടെ മേലെ ഏറ്റവും പ്രഷ്യസ് ആയിട്ട്, ഏറ്റവും വിലപിടിപ്പുള്ള രണ്ട് കാര്യങ്ങൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. രണ്ട് കാര്യങ്ങൾ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. യേശുവിൻ്റെ രക്തത്താൽ നമ്മുടെ മേൽ നമ്മളെ വീണ്ടെടുത്തു. ഈ വീണ്ടെടുത്തിട്ട് നമ്മളെ എന്ത് ചെയ്തു? പ്രിയ മക്കളാക്കി തീർത്തു. ഇന്ന് രാത്രി ഒന്നും കൂടെ നിങ്ങളൊന്ന് ഡിക്ലെയർ ചെയ്തേ, ഞാനൊരു ആദാമിക് ജനറേഷൻ അല്ല, ആദാമിന്റെ സന്തതി അല്ല. ഒന്ന് വാതുറന്ന് പറഞ്ഞാട്ടെ, എല്ലാവരും വാതുറന്ന് പറഞ്ഞ്, ഞാൻ ആദാമിന്റെ സന്തതി അല്ല. ഹല്ലേലൂയ. ഐ ആം ക്രൈസ്റ്റ് ജനറേഷൻ. ഞാൻ ക്രിസ്തുവിന്റെ തലമുറയാണെന്ന് വാതുറന്ന് ഡിക്ലെയർ ചെയ്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. ദൈവം നമ്മളെ എന്ത് ചെയ്തു? രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടത് നമ്മൾ ദാസന്മാരായിരിക്കുവാനായിട്ടല്ല, മറിച്ച് പ്രിയ മക്കളായി മാറുവാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. വചനത്തിനകത്ത് നോക്കിയാൽ രണ്ടു പേരെയാണ് ദൈവത്തിന്റെ മകൻ എന്ന് പറയുന്നത്. ഒന്ന് ആദാമിനെയാണ് ദൈവത്തിന്റെ മകൻ എന്ന് പറയുന്നത്. അടുത്തത് പറയുന്നത് യേശുവിനെയാണ് ദൈവത്തിന്റെ മകൻ. ഹല്ലേലൂയ. ആമേൻ. ആദാമിനെയാണ് ആദ്യം പറയുന്നത് ദൈവത്തിന്റെ മകൻ എന്ന്, അടുത്തത് പറയുന്നത് യേശു, ആമേൻ, സൺ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പുത്രൻ എന്ന് യേശുവിനെയാണ് പറയുന്നത്. ഹല്ലേലൂയ. കാരണം ദൈവം ആഗ്രഹിച്ച ആദാമിൽ നിന്നൊരു തലമുറയെ പുറത്തെടുക്കണമെന്ന്. പക്ഷെ ലംഘനം നിമിത്തം ഒരു തലമുറയെ, ദൈവം ആഗ്രഹിച്ച ഒരു തലമുറയെ പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പിലൂടെ കർത്താവ് ഒരു വിശ്വാസികളെ ഉരുവാക്കുകയല്ല, മറിച്ചൊരു ജനറേഷനെയാണ് ഉരുവാക്കിയിരിക്കുന്നത്. You are the generation of Christ. നിങ്ങൾ ക്രിസ്തുവിന്റെ തലമുറകളാ, നിങ്ങൾ ദൈവത്തിന്റെ ഒരു തലമുറയാണെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? എത്ര പേർക്ക് അത് മനസ്സിലാകുന്നു? ഹല്ലേലൂയ.
ഈ തലമുറയെ ദൈവം വാർത്തെടുത്തിരിക്കുന്നത് ദാസനായിരിക്കാനായിട്ടല്ല. പുതിയ നിയമത്തിൽ ദാസന്മാരില്ല. യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചിരിക്കുന്നവർ ദാസന്മാരല്ല, അടിമകളല്ല. അവർ ദൈവത്തിന്റെ പുത്രന്മാരത്രേ. ഇന്ന് രാത്രി ആ വിശ്വാസത്തോടെ ഉറപ്പോടെ I am son of God, ഞാൻ ദൈവത്തിന്റെ മകനാണെന്ന് ധൈര്യത്തോടെ പറയാൻ കഴിയുന്നവർ വാ തുറന്ന് വിളിച്ചു പറഞ്ഞേ I am son of God. Hallelujah. എത്ര പേർക്ക് പറയാൻ കഴിയുന്നു? ഇന്ന് ദാസ്യത്വത്തിന്റെ ആ ബോണ്ടേജിനെ ഞാൻ ഇവിടെ ബ്രേക്ക് ചെയ്യുക. ഇന്ന് അടിമത്വത്തിന്റെ ബോണ്ടേജിനെ ഞാൻ ബ്രേക്ക് ചെയ്യുക. നിങ്ങൾ അടിമകളല്ല, രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട പുത്രന്മാരത്രേ. ഓ, നിങ്ങൾ ദാസന്മാരല്ല, രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട പുത്രന്മാരത്രേ. ഹല്ലേലൂയ, ആമേൻ. ഈ പുത്രന്മാരുടെ മേൽ ദൈവം താൻ കൊടുത്തിരിക്കുന്ന പ്രഷ്യസ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ദൈവത്തിന്റെ ആത്മാവിനെ. ഹല്ലേലൂയ. സക്രിയാവിന്റെ പ്രവാചകനായ സക്രിയാവിന്റെ പുസ്തകത്തിനകത്ത് 4-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിനകത്ത് ഇങ്ങനെ പറയുന്നത്, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാവിനാൽ അത്രയെന്ന് സൈന്യങ്ങളുടെ യഹോവ പറയുന്നു. ആ വചനം എത്ര പേർക്കറിയാം? സൈന്യങ്ങളുടെ യഹോവ, ദ ലോർഡ് ഓഫ് ഹോസ്, സൈന്യങ്ങളുടെ യഹോവ പറയുക, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല. ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? സെരുബാബേലേ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതം നീ സമതല പ്രദേശമായി മാറും. അപ്പൊ ഒരു മഹാപർവ്വതത്തെ സമതല പ്രദേശമാക്കുന്നത് സൈന്യങ്ങളുടെ യഹോവ അരുൾ ചെയ്യുക. സൈന്യങ്ങളുടെ യഹോവ, സൈന്യത്തിന്റെ യഹോവ പറയുക, ഈ സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാൽ, ദൈവത്തിന്റെ ആത്മാവിനാൽ അത്രേ. ഓ, നിങ്ങൾക്ക് മനസ്സിലായില്ല? നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ആ വചനത്തിൽ ഇങ്ങനെ നിങ്ങൾ പ്രതികരിക്കത്തില്ല. എന്ന് വെച്ചാൽ സൈന്യങ്ങളുടെ യഹോവ പറയുക, ഒരു പർവ്വതത്തെ സമതല പ്രദേശമാക്കുന്നത് തന്റെ സൈന്യത്താലുമല്ല തന്റെ ശക്തിയാലുമല്ല, മറിച്ച് തന്റെ ആത്മാവിനാലത്രേ. ഹല്ലേലൂയ, ആമേൻ. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചത് ഈ പിതാവിന്റെ ആത്മാവത്രേ. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത് ഈ പിതാവിന്റെ യാഹുവയുടെ ആത്മാവത്രേ. അപ്പൊ പുത്രന്മാരായി നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടെങ്കിൽ, പുത്രന്റെ സ്ഥാനത്ത് നിങ്ങൾ വന്നെങ്കിൽ, പിതാവ് ആദ്യം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്, യാഹുവെ ആദ്യം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ദ സ്പിരിറ്റ് ഓഫ് സൺഷിപ്പ്, പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ. ഓ, ഇന്ന് എത്ര പേർ ധൈര്യത്തോടെ പറയും, എന്റെ മേൽ പരിശുദ്ധാത്മാവിനെ പകർന്നു തന്നിരിക്കുന്നു, പുത്രത്വത്തിന്റെ ആത്മാവിനെ എന്റെ മേൽ തന്നിരിക്കുന്നു, യഹോവയുടെ ആത്മാവിന്റെ മേലുണ്ട്, യഹോവയുടെ ആത്മാവിന്റെ മേലുണ്ട്. ഓ, പുത്രനായ എന്റെ മേൽ പിതാവിന്റെ ആത്മാവ്, ക്രിസ്തുവിന്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ എനിക്ക് പകർന്നു തന്നിരിക്കുന്നു എന്ന് ഉറപ്പുള്ളവർ മാത്രം ഓ വാ തുറന്ന് ആത്മാവിലൊന്ന് പ്രതികരിച്ചു തുടങ്ങിയാട്ടെ. ഹല്ലേലൂയ. ഇതിനകത്ത് പരിശുദ്ധാത്മാവിനെ ലഭിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചോണം. അപ്പാ, ദാസ്യത്വത്തിന്റെ ആത്മാവിനെ എനിക്ക് വേണ്ട, ദാസ്യത്വത്തിന്റെ ആത്മാവല്ല, അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അധികമായി എന്റെ മേൽ പകരണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ഹല്ലേലൂയ, ആമേൻ. അപ്പൊ യേശുവിനെ ആത്മാവിൽ നടത്തിയ, യേശുവിനെ വഴി നടത്തിയ, വചനം പറയുന്നു ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തി. ഹല്ലേലൂയ. ആത്മാവിനാൽ യേശു നയിക്കപ്പെട്ടു. ആത്മാവിന്റെ ശക്തിയോടെ യേശു ഗലീലേക്ക് മടങ്ങി വന്നു. അപ്പം ആത്മനിറവിൽ പിതാവിന്റെ ഹിതപ്രകാരം അമാനുഷികമായി നമ്മളെ നടത്താൻ കഴിയുന്ന, പിതാവിന്റെ വാഗ്ദത്ത പ്രകാരം നമ്മളെ നടത്താൻ കഴിയുന്ന, പിതാവിന്റെ ട്രാക്കിൽ നമ്മളെ നടത്താൻ കഴിയുന്ന ഒരു പരിശുദ്ധാത്മാവിനെ, ആമേൻ, യഹോവയുടെ ആത്മാവിനെ, ക്രിസ്തുവിന്റെ ആത്മാവിനെയാ ദൈവം നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. എത്ര പേർക്ക് അത് മനസ്സിലാക്കുന്നു? ആമേൻ. ഞാൻ ശൂന്യമായ ഒരു വ്യക്തിയല്ല, ഞാൻ അനാഥയായ ഒരു വ്യക്തിയല്ല, എൻ്റെ അപ്പൻ്റെ ആത്മാവിൻ്റെ നിറവിനാൽ നിറയപ്പെട്ട വ്യക്തിയാണെന്ന് ഉറപ്പുള്ളവർ മാത്രം കരമുയർത്തി ഒന്ന് യാഹുവേ സ്തോത്രം ചെയ്തു തുടങ്ങിയാട്ടെ. ഹല്ലേലൂയ. ഞാൻ അനാഥനായ വ്യക്തിയല്ല, കഴിവില്ലാത്ത വ്യക്തിയല്ല, ബലഹീനനായ വ്യക്തിയല്ല, തകർന്ന വ്യക്തിയല്ല, തളർന്നു പോകുന്ന വ്യക്തിയല്ല. സൈന്യങ്ങളുടെ യഹോവയുടെ ആത്മാവിനാൽ
നിറയപ്പെട്ട യാഹുവയുടെ ആത്മാവിനാൽ നിറയപ്പെട്ട, ക്രിസ്തുവിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ട, പുത്രത്വത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ട വ്യക്തിയാണെന്ന് ഉറപ്പുള്ളവർ മാത്രം ആത്മാവിലൊന്ന് അന്യഭാഷ പറഞ്ഞുകൊണ്ട് ഒന്ന് പ്രതികരിച്ചു തുടങ്ങിയാട്ടെ. Ora shagaziante arba lagadam proud of theri hashas glory hamdal proud of tega cheke Arbala regatia rabal prabal lahatshagas glory gateria Arbala regazia tebashas glory gateria Ramaziam tel prabal gaziam te Amen. പുത്രത്വത്തിന് മേൽ അപ്പോൾ വ്യാപരിക്കാൻ, പുത്രത്വത്തെ കൺട്രോൾ ചെയ്യാൻ, പുത്രന്മാരെ നിയന്ത്രിക്കാൻ, പുത്രന്മാരെ റൈറ്റ് ട്രാക്കിലൂടെ നടത്തുവാൻ, പുത്രന്മാരെ അഭിഷേകത്തിൽ നയിക്കുവാൻ, പുത്രന്മാരെ ആമേൻ ജയകരമായി നടത്തുവാൻ, പരാജയത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ, തകർച്ചയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ, പിതാവിന്റെ ഹിതപ്രകാരം നടത്തുവാൻ, പിതാവിന്റെ വാഗ്ദത്തങ്ങളെ നിറവേറ്റുവാൻ ഒരു പരിശുദ്ധാത്മാവിനെ പിതാവ് നിങ്ങളുടെ മേൽ പകർന്നു തന്നിട്ടുണ്ട്. ഇന്ന് രാത്രി അതിനെ പ്രാപിക്കാതെ ഇവിടുന്ന് പോകരുത്, അതിനെ സ്വീകരിക്കാതെ ഇത് പോകരുത്. പരിശുദ്ധാത്മാവിൽ നിറയപ്പെടാത്തവർ ആത്മാവിനായി പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ആത്മാവിൽ നിറഞ്ഞവർ അന്യ ഭാഷകളിൽ സംസാരിച്ചു തുടങ്ങിയാട്ടെ. ഹല്ലേലൂയ. ആമേൻ. അപ്പൊ പിതാവ് ആമേൻ ദൈവം എനിക്കൊന്നും തന്നില്ലെന്ന് നിങ്ങൾ പറയരുത്. രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് പുത്രന്മാരാക്കിയ നിങ്ങളുടെ മേൽ തന്റെ ആത്മാവിനെ, ദൈവത്തിന്റെ ആത്മാവിനെ, യഹോവയുടെ ആത്മാവിനെ, പിതാവിന്റെ ആത്മാവിനെ നിങ്ങൾക്ക് പകർന്നു തന്നിരിക്കുക ദൈവമക്കളെ. ഹല്ലേലൂയ. ആമേൻ. രണ്ട് വചനം പറയുന്നു. ആമേൻ. കെടുന്ന ബീജത്താലല്ല, കെടാത്തതും നിലനിൽക്കുന്നതുമായ ദൈവത്തിന്റെ വചനത്താൽ നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് കെട്ടുപോകുന്ന മാനുഷികമായ ബീജത്താലല്ല, ആമേൻ, കെടാത്തതും നിലനിൽക്കുന്നതുമായ ആമേൻ ദൈവത്തിന്റെ വചനത്താൽ. അപ്പോൾ ഒരു പുത്രന്റെ മേൽ ആക്റ്റീവായിരിക്കുന്ന സൂപ്പർ നാച്ചുറൽ റിലത്തിൽ, സ്പിരിച്വൽ റിലത്തിൽ ഏറ്റവും മേൽത്തരമായ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് വേർഡ് ഓഫ് ഗോഡും, രണ്ട് ആമേൻ യാഹുവയുടെ ദൈവത്തിന്റെ ആത്മാവും. നിങ്ങൾക്ക് പിടുത്തം കിട്ടിയില്ല? ഇത് നിങ്ങൾക്ക് ഈ സംഭവം പിടുത്തം കിട്ടിയില്ല? ഹല്ലേലൂയ. ദൈവമക്കളെ, ഇത് ആത്മമണ്ഡലത്തെ, നിങ്ങളുടെ സ്പിരിച്വൽ റിലത്തെ മാറ്റുന്ന രണ്ട് സീക്രട്ടായത്. എന്റെ വേർഡ് ഇതല്ല ഞാൻ പറയാൻ വന്നേ. പക്ഷേ എന്നോട് ഹോളി സ്പിരിറ്റ് ഒരു ഇൻസ്പിറേഷൻ തന്നതുകൊണ്ട് ഈ പദം ഞാൻ പറയുന്നത്. നിങ്ങളുടെ ആത്മമണ്ഡലത്തെ മാറ്റാൻ പറ്റുന്ന രണ്ട് സീക്രട്ടാ. ഒന്ന്, നിങ്ങൾ ദൈവവചനത്താലും ആത്മാവിനാലും നിറയപ്പെട്ടവരാണെന്നുള്ളൊരു ബോധ്യം. നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് ദാനമായി തൻ്റെ വചനത്തെയും സകലത്തെയും ഉളവാക്കിയ, സകലത്തെയും സൃഷ്ടിച്ച, ആമേൻ, സകലത്തെയും ഉളവാക്കാൻ കഴിയുന്ന, സകലത്തെയും രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന, സകലത്തെയും താങ്ങി നിർത്തുന്ന, ആമേൻ, ക്രിസ്തുവാകുന്ന വചനത്തെയും ആമേൻ തന്റെ ആത്മാവിനാലും നിങ്ങളെ നിറച്ചിരിക്കുന്നു, നിങ്ങളുടെ മേൽ പകരപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഈ ഒരു ബോധ്യം നിങ്ങളുടെ മേൽ വന്നാൽ നിങ്ങൾ പിന്നെ നിരാശപ്പെട്ടിരിക്കത്തില്ല, നിങ്ങൾ തകർന്നിരിക്കത്തില്ല, നിങ്ങൾ പരാജയപ്പെട്ടിരിക്കത്തില്ല. നിങ്ങൾ ആത്മാവിൽ ചലിക്കുവാൻ തുടങ്ങും. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം എനിക്കൊന്നും തന്നില്ലെന്ന് നിങ്ങൾ പറയരുത്. കാരണം നിങ്ങൾ ദൈവവചനത്തിനെയും ആത്മാവിനെയും നിങ്ങൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയാൽ, നിങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ ദൈവമക്കളെ, പിന്നെ പഴയതുപോലെ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റത്തില്ല. സംതിങ് ക്രിയേഷൻ നിങ്ങളുടെ മേൽ സംഭവിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ആമേൻ. ഞാൻ ആ പോയിന്റിലേക്ക് വന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇസ്രായേൽ ജനങ്ങൾ പിറുപിറുക്കുന്നവരാ. അവർ എന്ത് ചെയ്യും? അവർ കിട്ടിയില്ലെങ്കിൽ അവർ നിരാശ പറഞ്ഞുകൊണ്ടിരിക്കും. ഇന്ന് സകല പിറുപിറുപ്പിന്റെ സ്പിരിറ്റും ഇതിനകത്തുനിന്ന് വിട്ടുമാറുകയാണ്. ആമേൻ. അവർ മന്ന തിന്നിട്ട് മരിച്ചു. കാരണം എന്നാ? ഒരുവന്റെ ലംഘനത്തിനാൽ വ്യാപരിച്ച ഒരു മരണത്തിന്റെ സ്പിരിറ്റ് ആ ദേശത്ത് മുഴുവൻ സ്പ്രെഡായി കിടക്കുക. ഏകന്റെ ലംഘനത്തിനാൽ വന്ന ആ മരണത്തിന്റെ സ്പിരിറ്റ് അവിടെ സ്പ്രെഡായി കിടക്കുക. എന്നാൽ യേശു ഇറങ്ങിയിട്ട് പറയുക, നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നിട്ടു മരിച്ചു. മന്നയ്ക്ക് അവർക്ക് ജീവനെ കൊടുക്കാൻ പറ്റിയില്ല. സ്വർഗത്തിൽ നിന്ന് വീണ മന്നയ്ക്ക് ആദാമിന്റെ പാപത്തിന്റെ ലംഘനത്തിന്റെ ലംഘനത്തിൽ നിന്ന് വന്ന മരണത്തിൽ നിന്ന് അവരെ വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇതാ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പം, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പം ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ നോക്കി ഡിക്ലെയർ ചെയ്യുക. ആദാമിന്റെ
ഭയങ്കരമായ മരണത്തിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുന്ന ഒരു ജീവന്റെ അപ്പമായ യേശു ഇവിടെ ഇറങ്ങി വന്നിരിക്കുക. യേശു പറയാ, ആമേൻ, ഞാൻ ആമേൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാ. എന്നെ തിന്നുന്നവൻ ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു, ഈ ദേശത്ത് മരണത്തിന്റെ ബന്ധനങ്ങൾ ബ്രേക്ക് ആകുക. ചിലരിൽ നിന്ന് കുഞ്ഞുങ്ങളെ ഞാൻ പ്രവചിക്കുക, മരണത്തിന്റെ സ്പിരിറ്റുകൾ നിങ്ങളുടെ അകത്തു നിന്ന് മാറി. യേശു പറഞ്ഞു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാ. ദേശത്തു ജീവനെ സ്പ്രെഡ് ചെയ്യുന്ന, ജീവനെ പകരുന്ന ആമേൻ ജീവന്റെ ഉറവ നിങ്ങളിൽ നിന്ന് ഇന്ന് രാത്രി തുറക്കപ്പെടാൻ പോകുക. എന്റെ മേൽ കിടക്കുന്ന അപ്പോസ്തോലിക് കോളിങ്ങിനകത്ത് നിന്ന് ഞാൻ ഡിക്ലെയർ ചെയ്തു, മക്കളെ, ഞാൻ പറയുന്നത് ഒരു സന്ദേശമായി മാത്രമല്ല വരുന്നത്, അത് പട്ടണത്തിനകത്ത് റിലത്തെ തുറക്കും. ചില പട്ടണങ്ങളുടെ മേൽ റിലത്തെ തുറക്കും. ഞങ്ങളത് കണ്ടിട്ടുണ്ട്. ആമേൻ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുക, ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുക, നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിന്ന്, നിങ്ങളുടെ പട്ടണത്തിന്റെ അകത്ത് നിന്ന്, നിങ്ങളുടെ തലമുറയിൽ നിന്ന് മരണത്തിന്റെ ബന്ധനങ്ങൾ, ഏതു മരണമാ? പാപത്തിന്റെ ശമ്പളമായ മരണത്തിന്റെ അനുഭവത്തിൽ നിന്ന്, ആമേൻ, മരണത്തിന്റെ ബന്ധനത്തിൽ നിന്ന് ബ്രേക്ക് ആകുന്ന, ജീവനെ പ്രാപിക്കുന്ന ഒരു തലമുറയായി ഒന്ന് പ്രൈസ് ചെയ്ത് തുടങ്ങിയാട്ടെ, ഒന്ന് പ്രൈസ് ചെയ്ത് തുടങ്ങിയാട്ടെ. മരണഭയങ്ങൾ ഇന്ന് രാത്രി ഇതിനകത്തുനിന്ന് ബ്രേക്ക് ആകിയ, മരണഭയങ്ങൾ ഇതിനകത്തുനിന്ന് ബ്രേക്ക് ആകിയ. ഈ വോർഡ് നിങ്ങളുടെ കുടുംബത്തിനകത്ത് ചില റിലത്തെ തുറക്കുക, ഈ വോർഡ് ചില റിലത്തെ തുറക്കുക. ആമേൻ. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നിട്ട് മരിച്ചു. എന്നാൽ നിങ്ങൾ എന്നേക്കും ജീവിക്കേണ്ടതിന്, എന്നേക്കും ജീവിക്കേണ്ടതിന് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാണെന്ന് യേശു ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി യേശുവിനെ സ്വീകരിക്കാൻ എത്ര പേർ റെഡിയാ? യേശുവിൽ നിന്ന് പ്രാപിക്കാൻ എത്ര പേർ റെഡിയാ? യേശുവിനെ ഭക്ഷിക്കുവാൻ എത്ര പേർ റെഡിയാ? മക്കളെ, മന്ന തിന്നവർ കാനാനിൽ പ്രവേശിക്കാതെ മരുഭൂമിയിൽ പെട്ടുപോയി എന്ന് വെച്ചാൽ അവരുടെ യാത്രയിൽ, അവരുടെ ഡെസ്റ്റിനേഷനിൽ പ്രവേശിക്കാതെ, ആ നിത്യതയിൽ പ്രവേശിക്കാതെ, കനാൻ അത് ക്രൈസ്റ്റിന്റെ നിഴല, കനാൻ നിത്യതയുടെ നിഴല, അതിലേക്ക് പ്രവേശിക്കാൻ പറ്റാതെ അവർ മരുഭൂമിയിൽ പെട്ടുപോയി. എന്നാൽ ഈ ഗുഡ് ന്യൂസ് നിങ്ങളുടെ ആത്മമണ്ഡലത്തെ തുറന്നിട്ട് ഞാൻ പറയുന്നു, നിങ്ങൾ മരുഭൂമിയിൽ പെട്ടു പോകത്തില്ല, നിങ്ങളുടെ യാത്രയിൽ പെട്ടു പോകത്തില്ല. നിങ്ങളുടെ യാത്രയിൽ നശിച്ചു പോകത്തില്ല. ദൈവം വെച്ചിരിക്കുന്ന തേജസ്സിന്റെ കനാനിൽ എത്തും വരെ അവൻ ആത്മീക തലത്തിൽ ജീവിക്കുന്ന, ജീവനെ പ്രാപിക്കുന്ന ആ ജീവന്റെ അപ്പത്തെ ഇന്ന് രാത്രി ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ കരമുയർത്തി യേശുവേ എന്ന് വിളിച്ചാട്ടെ. മക്കളെ, ആദാം തുടങ്ങി, ആമേൻ, തലമുറ തുടങ്ങിയാൽ ആമേൻ ശ്രേഷ്ഠന്മാരായിട്ടുള്ളവരുണ്ട്, പുരോഹിതന്മാരായിട്ടുള്ളവരുണ്ട്, ഹൈ പ്രീസ്റ്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടവരുണ്ട്, പ്രവാചകന്മാരായി തെരഞ്ഞെടുക്കപ്പെട്ടവരുണ്ട്, ദൈവത്തിന്റെ കൂടെ നടക്കപ്പെടുവാൻ ഹാനോക്കിനെ പോലെ തെരഞ്ഞെടുക്കപ്പെട്ടവരുണ്ട്. ആമേൻ. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട പലരുമുണ്ട്. പക്ഷെ ആർക്കും ഈ ജീവന്റെ അപ്പത്തെ ഭക്ഷിക്കാൻ കഴിഞ്ഞില്ല. ആർക്കും ആമേൻ ഈ ജീവനിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. ആർക്കും ക്രിസ്തുവിന്റെ ജീവനെ പ്രാപിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇന്ന് ഇതിനകത്ത് തന്നെ കേൾക്കുന്നവർ ഒരു ഭാഗ്യമുള്ള തലമുറ
തലമുറയത്രേ. ആമേൻ. ഹാനോക്കിന് ലഭിക്കാത്തത്, അബ്രഹാമിന് ലഭിക്കാത്തത്, മോശയ്ക്ക് ലഭിക്കാത്തത്, ഏലിയാവിന് ലഭിക്കാത്തത്, ഏലീശയ്ക്ക് ലഭിക്കാത്ത, ദാനിയേലിന് ലഭിക്കാത്ത ആ ജീവന്റെ അപ്പത്തെ പ്രാപിക്കുവാൻ, അതിനെ ഭക്ഷിക്കുവാൻ എന്റെ ദൈവം എന്നെ ഈ കാലഘട്ടത്തിൽ തെരഞ്ഞെടുത്തുവെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ഒന്ന് സെലിബ്രേറ്റ് ചെയ്ത് തുടങ്ങിയാട്ടെ. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാകുന്നു? എന്നെ ക്ലിയർ ആകുന്നുണ്ടോ നിങ്ങൾക്ക്? ദാനിയേലിന് കഴിയാത്തത്, ഏലിയാവിന് കഴിയാത്തത്, അവർക്കാർക്കും ലഭിക്കാത്ത ഒരു ജീവന്റെ അപ്പം ഇന്ന് രാത്രി എനിക്ക് ലഭിച്ചുവെന്ന്, അതെന്റെ മഹത്വത്തിന്റെ രാജാവായ ക്രിസ്തുവെന്ന ജീവന്റെ അപ്പമാണെന്ന് ഉറപ്പുള്ളവർ, അതെന്റെ യേശുവാകുന്ന ജീവന്റെ അപ്പമാണെന്ന് ഉറപ്പുള്ളവർ ഒന്ന് കരങ്ങളെ ശക്തമായി അടിച്ച് യേശുവേ എന്നൊന്ന് വിളിക്കാമോ? ഞാൻ പറയും, യു ആർ ബ്ലെസ്ഡ് ജനറേഷൻ. നിങ്ങൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട തലമുറയാ, നിങ്ങൾ ഏറ്റവും ഭാഗ്യകരമായ തലമുറയാ, ഏറ്റവും ഭാഗ്യമുള്ളവരാ. നിങ്ങളെ ഈ ജീവന്റെ അപ്പത്തെ സ്വീകരിക്കാൻ ദൈവം തെരഞ്ഞെടുത്തെങ്കിൽ ഒരു താങ്ക്സ് ഗിവിങ്ങോട് കൂടെ കരങ്ങളെ അടിച്ചൊന്ന് പിതാവിന് മഹത്വം കൊടുത്തിട്ട് പറഞ്ഞേ, ഞാൻ ചോസൻ പേപ്പർ ആമേൻ ജനറേഷനാ, തെരഞ്ഞെടുക്കപ്പെട്ട തലമുറയാണെന്ന് പറഞ്ഞാട്ടെ. എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റാട്ടെ. ദൈവമഹത്വം ഇതിനകത്ത് അധികമായി വ്യാപരിക്കുന്നത് ഞാൻ കാണുന്നു. ദൈവമഹത്വം അധികമായിട്ട് വ്യാപരിക്കുന്നത് ഞാൻ കാണുന്നു. ഞാൻ ഇതിനകത്ത് കാണുന്ന ഒരു സർജറി നിമിത്തം അതിന്റെ സൈഡ് എഫക്ട്സ് അനുഭവിക്കുന്ന, അതിന്റെ പെയിൻ അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഇതിനകത്ത് സൗഖ്യമാക്കുന്നത് ഞാൻ കാണുന്നു. സർജറി നിമിത്തം സൈഡ് എഫക്ട്സ് അനുഭവിക്കുന്ന, അതിന്റെ പെയിൻ, അതിന്റെ അസ്വസ്ഥതകൾ ഉള്ള ഒരു വ്യക്തിയെ കർത്താവ് ഇതിനകത്ത് സൗഖ്യമാക്കുക. എന്നെ കർത്താവ് വീണ്ടും കാണിക്കുന്ന ഈ കണ്ടിന്യൂസ് ആയിട്ട് ബ്ലീഡിങ്, നോൺ സ്റ്റോപ്പ് ആയിട്ട് ബ്ലീഡിങ്, അങ്ങനെ അസ്വസ്ഥത അനുഭവിക്കുന്ന വ്യക്തിയെ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ഹീൽ ചെയ്യുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. എന്നെ കർത്താവ് ഒരു കാല് കാണിക്കുന്നു, കാലിന്റെ അസ്ഥി കാണിക്കുന്നു. ഈ അസ്ഥി സംബന്ധമായിട്ടുള്ള പ്രശ്നത്തെ ഇന്ന് രാത്രി സ്വർഗം ഹീൽ ചെയ്യുന്നത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവരും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചാട്ടെ. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന അല്പസമയം മുമ്പിലേക്ക് വരാൻ കഴിയുന്നവരെല്ലാം നിങ്ങൾ ഇരിക്കുന്ന ഇടം വിട്ടൊന്ന് മുമ്പിലേക്ക് വന്നോട്ടെ. നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുക. കയറി വരാൻ കഴിയുന്നവരെല്ലാം കയറി വന്നോട്ടെ. നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടം വിട്ടിട്ട് മുന്നിലോട്ട് വരാൻ പറ്റുന്നവർ എല്ലാവരും ഓടി വന്നോട്ടെ. ദൈവത്തിന്റെ ചില തൊടലുകൾ സംഭവിക്കുക. ചിലർ പെട്ടെന്ന് ഓടി വരും, ചിലർ മടിച്ച് അവിടെ നിൽക്കും. ദൈവസന്നിധിയിൽ മടിച്ചു നിൽക്കേണ്ടതല്ല ദൈവമക്കളെ. ഒരു കോളിംഗ് കേട്ടാൽ ഓടി വരണം. ഫ്രണ്ടിൽ വന്നവരെല്ലാം ഏൽപ്പിച്ചു കൊടുത്തു കേട്ടോ. Life in it. Anointing something നിങ്ങൾ റിലീസ് ചെയ്യും. നീ പരാജയപ്പെട്ട വ്യക്തിയാണ്. നിന്റെ
പരാജയത്തെ ബ്രേക്ക് ചെയ്ത് നിന്നെ ഒരു ജയകരമായ ലൈഫിലേക്ക് സ്വർഗം എന്ന് എഴുന്നേൽപ്പിക്കുക. ഞാൻ കാണുന്നു സ്വർഗം നിന്റെ മേൽ തുറക്കപ്പെടുന്നു. നിന്നെ അടുത്തു നിൽക്കുന്ന ദൂതനെ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ചില പ്രൊഫറ്റിക്കൽ മൂവുകൾ ഇന്ന് രാത്രി നിന്റെ മേൽ വെളിപ്പെടുക. ചിലതിനെ വിട്ട് നിന്നെ തകർത്ത ചില പൈശാചിക മണ്ഡലങ്ങളെ ജയിക്കുന്ന ഒരു അതോറിറ്റി സ്വർഗം എന്ന് നിന്റെ മേൽ റിലീസ് ചെയ്യുക. ഒരു ഹയർ ലെവലിനെ സ്വർഗം നിന്റെ മേൽ തുറക്കുന്നു. ഒരു ഹയർ ലെവലിനെ സ്വർഗം നിന്റെ മേൽ തുറക്കുന്നു. നിന്നെ പലതിനകത്ത് പരാജയപ്പെടുത്തി ശൂന്യമാക്കി മുന്നോട്ട് പോകാൻ പറ്റാതെ അവൻ പല മേഖലകൾ തടഞ്ഞിട്ടെങ്കിൽ ഇന്ന് ഞാൻ ആത്മാവിൽ കാണുന്നു ചിലതിനെ പിടിച്ചടക്കുന്ന, ചിലതിനെ കൊള്ളയിടുന്ന, ചില മിശ്രം ശക്തികളെ തകർക്കുന്ന ഒരു അതോറിറ്റി സ്വർഗം നിന്റെ മേലേക്ക് റിലീസ് ചെയ്യുക. ഒരു ഹെവി പവർ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആത്മഫലങ്ങൾ തുറക്കപ്പെടുകയും ആത്മ ലെവലുകളാണ്. ഈ കരത്തിനാൽ ഭയങ്കരമായ ഹീലിംഗുകൾ നടക്കും. പൈശാചിക മണ്ഡലത്തിന്മേൽ നിങ്ങൾക്ക് ഭയങ്കര അതോറിറ്റി സ്വർഗം തരും. ആത്മഫലങ്ങളെ ജയിക്കുന്ന ഒരു അഭിഷേകം സ്വർഗത്തിന്റെ മേലേക്ക് തരും. പാരമ്പര്യ ശക്തികളെ ജയിച്ച് ചിലതിനെ ബ്രേക്ക് ചെയ്ത് ഒരു അനോയിന്റിങ്ങോട് കൂടെ ഹോളി ഗോസ്റ്റ് ഇപ്പുറത്ത് വരിക. സകലതും ക്വസ്റ്റ്യനാവും. അടുത്തത് എന്താ? അടുത്തത് എങ്ങനെ മൂവ് ചെയ്യും, എങ്ങനെ ചലിക്കും? എന്നാൽ നിന്റെ പേരിൽ നിറങ്ങുന്ന അനോയിന്റിംഗ് ഞാൻ ആത്മാവിൽ കാണും. കൺഫ്യൂഷനുകളെ, ക്വസ്റ്റ്യനുകളെ മാറ്റി നിന്റെ മുമ്പിൽ ഒരു ഹയർ ഇലം സ്വർഗം തുറക്കുക. ചിലത് നിന്നെ ഭയങ്കര കൺഫ്യൂഷൻ ആക്കുന്നു. ജയിച്ച് കയറുവാൻ പറ്റാത്ത തരത്തിൽ നിന്നെ അസ്വസ്ഥതപ്പെടുത്തി കളയുന്ന ചില മേഖലകൾ. നിന്റെ പ്രാർത്ഥന മണ്ഡലത്തെ പോലും അത് ഒതുക്കിക്കളയുക. നിന്റെ ശരീരത്തിനകത്ത് ബലഹീനത കൊണ്ടുവരുന്ന ചില സമയത്ത് നിന്റെ സ്റ്റൊമക്കുമായി ബന്ധപ്പെട്ട് ഇനി അസ്വസ്ഥതപ്പെടുത്തുന്ന പെയിന് കൊണ്ടുവരുന്ന സ്റ്റൊമക്കുമായി ബന്ധപ്പെട്ട് ചില ഡെലിവറൻസുകളും നിന്റെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് കർത്താവ് ചില ഹയർ റിലങ്ങളെ തുറക്കുന്ന ചില ഹയർ എഡ്യൂക്കേഷന്റെ മണ്ഡലങ്ങളെ നിന്റെ മുമ്പിൽ സ്വർഗം തുറന്നു തരിക. ചില ദർശനങ്ങൾ നിന്റെ മുമ്പിൽ തുറക്കും. ദൈവാത്മാവ് ചില വഴികളെ നിനക്ക് വേണ്ടി ഓപ്പൺ ചെയ്തു തരിക. ആത്മതലത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ നിറയ്ക്കുക. ആ അഭിഷേകത്തിന്റെ പുതപ്പും അഭിഷേകത്തിന്റെ മാറ്റിൽ നിന്റെ മേൽ ഒരു ഭയങ്കര തെരഞ്ഞെടുപ്പ് ഞാൻ കാണുന്നു. ചിലതിനെ അവകാശമായി പ്രാപിക്കത്തക്ക രീതി, ചിലതിനെ കൈവശപ്പെടുത്തക്ക രീതി നിന്റെ മണ്ഡലങ്ങളെ സ്വർഗം എന്ന് തുറക്കുക. സകല വാതിലുകളും അടഞ്ഞു കിടക്കുന്നിടത്ത്, സകല ഡോറുകളും അടയപ്പെട്ടെടുത്ത് ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഡോറ് നിന്റെ മുമ്പിൽ തുറന്നു വരികയാണ്. കർത്താവ്, ഇതിനകത്ത് ഓരോരുത്തരെ മുമ്പിൽ വന്നവരെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളായി
സംസാരിച്ചതിനായി നന്ദി പറയുന്നു. അങ്ങയുടെ ആത്മാവിനാൽ അഭിഷക്തനെ, അങ്ങയുടെ ദാസിയെ ശക്തമായ പുത്രത്വത്തിന്റെ ബോധ്യത്തിലേക്ക് ഞങ്ങളെ നയിച്ചതിനായി നന്ദി പറയുന്നു. അവിടുത്തെ ആത്മാവ് കൊണ്ട് ഞങ്ങളുടെ നടുവിൽ ചെയ്ത അത്ഭുതങ്ങൾക്കായി, അടയാളങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. അനുഗ്രഹത്തോടെ ഞങ്ങൾ നയിച്ചാട്ടെ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഇന്ന് രാത്രി മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് രാത്രി ഐശ്വര്യമായി ദൈവവചനം സംസാരിച്ച ടോണി പാസ്റ്ററിനോടും ജിനുവാൻറ്റിയോടുള്ള നന്ദി അറിയിക്കുന്നു. വർഷിപ്പ് ടീമിനോട്, ബെൻസൺ ബ്രദറിനോടും അദ്ദേഹത്തിന്റെ ടീമിനോടുമുള്ള നന്ദി അറിയിക്കുന്നു. നാളെ രാത്രി നമുക്ക് മീറ്റിംഗ് ഉണ്ട്. എല്ലാവരും നേരത്തെ വരിക, എല്ലാവരും നേരത്തെ വന്ന് മീറ്റിംഗ് പങ്കാളിയാകുക. നാളെ മോർണിംഗ് നമുക്ക് യൂത്ത് മീറ്റിംഗ് ഉണ്ട് 10 മണിക്ക്. എല്ലാവരും വരിക. യൂത്ത് മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായി മാറുകയാണ്. ഓക്കെ, ഈ മീറ്റിങ്ങിനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ.